ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെക്കേഷന് പോയില്ലേ നാട്ടിൽ, അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ. കറക്റ്റ് പറയാൻ കാരണം എനിക്കന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു നാട്ടിൽ ഞങ്ങൾ പോകുന്നത് ഡിസംബർ 13 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് സമയമുണ്ട് നന്നായിട്ട്. ഞാൻ ലീവാണ്, ജസ്റ്റിക്കും കോച്ചിനും ജോലിക്ക് പോയാൽ മതി. അതാകുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പർച്ചേസിംഗ് ഒക്കെ നടത്താം, ഓരോ ദിവസം ഓരോ ഷോപ്പിംഗ് മോളിൽ പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഡിസംബറിന് മുമ്പ് കൊച്ചിനെയും കൊണ്ട് ഷോപ്പിംഗ് മോളിൽ കൂടെ ഒക്കെ പോയി എല്ലായിടത്തും സാൻഡാവിലേക്കല്ലേ അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചതാന്നേ. പക്ഷെ നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് തീരുമാനിക്കുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഒരു പണ്ടാരം പിടിച്ച പനി വന്നിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പനി വന്നിട്ടില്ല. ഇതിപ്പോൾ രാവിലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, രാവിലെ ജസ്റ്റ് ഓഫീസിൽ പോയി, കൊച്ചു സ്കൂളിലും പോയി. എനിക്ക് വീടിൻ്റെ റിന്യൂവൽ ഉണ്ടായിരുന്നു. എത്ര നാൾ മുമ്പ് ജസ്റ്റോട് പറയുന്നതെന്ന് പറയും, അവസാന മുഹൂർത്തം ജസ്റ്റിന്മാരോട് പറഞ്ഞ് എൻ്റെ പൊന്നു ലിറ്റി പോയി ചെയ്തിട്ടോ, ഇനിയും പോകാൻ അധികം സമയമില്ലല്ലോ എന്ന്. അങ്ങനെ വീടിൻ്റെ റിന്യൂവലിന് വേണ്ടിയിട്ട് പോകുന്ന ഫ്ലാറ്റിൻ്റെ ഈ ഏരിയ കാണുന്നവർക്കറിയാം. നമ്മുടെ അൽനൂറല്ല, പണ്ടത്തെ അൽനൂറാണ്, ഇപ്പോഴത്തെ മെഡിയോർ ഹോസ്പിറ്റലില്ലേ, നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അവിടുത്തെ ഏരിയ ഇത്. എൻ്റെ പൊന്നെ, അവിടെ വണ്ടിയും കൊണ്ട് പോയുണ്ടല്ലോ, വണ്ടി നമ്മൾ തലേ വെച്ചുകൊണ്ട് പോകേണ്ടി വരും. പാർക്കിംഗ് കിട്ടത്തില്ലെന്നേ. പാർക്കിംഗ് കിട്ടാത്തതിൻ്റെ തന്നെയല്ല, എൻ്റെ ദൈവം അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, എവിടെ കൊണ്ട് വണ്ടി ഇടുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഈ എല്ലാ വർഷവും ഫ്ലാറ്റ് റിന്യൂ ചെയ്യാൻ പോകാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇതാ, അവിടെ പാർക്കിംഗ് ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങാണ്ടൂടെയൊക്കെ തപ്പി പിടിച്ച് ഒരു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടിട്ട് അവസാനം ഫ്ലാറ്റിൻ്റെ അവിടെ ബിൽഡേഴ്സിന് അവിടെ കയറി ചെന്ന് കേട്ടോ. ഫ്ലാറ്റ് റിന്യൂ ചെയ്യാൻ പോകാൻ പറ്റുകയല്ലോ. അങ്ങനെ എല്ലാം ദൈവാനുഗ്രഹത്താൽ ഫ്ലാറ്റിൻ്റെ റിന്യൂവലൊക്കെ കഴിഞ്ഞു, എല്ലാം ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നേരെ പോകുന്നത് ബ്യൂട്ടി സലൂണിലോട്ടാണ്. നമ്മളും കൂടെ ഒന്ന് ശരിയാവണ്ടേ അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പനി കാരണം ഒരിടത്തും പോകാൻ പറ്റിയില്ലെന്നേ. അങ്ങനെ ഇറ്റ്സ് ബ്യൂട്ടിയിൽ തന്നെ പോയി കേട്ടോ. ഞാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ശരിക്കും എനിക്ക് പെഡിക്യൂറും മാനിക്യൂറായിരുന്നു ചെയ്യേണ്ടത്. നാട്ടിലൊക്കെ പോകുമ്പം എല്ലാവരുടെയും ആഗ്രഹമല്ലേ ഇച്ചിരി സുന്ദരന്മാരായിട്ട് പോകണമെന്ന്. അതിപ്പോൾ എനിക്ക് നാട്ടിൽ പോകണമെന്നൊന്നുമില്ല, ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ പോകുന്നു. അവിടെ കുറേ സമയം എടുത്തു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ കോഫിയൊക്കെ തന്നു. ആ ഒരു കോഫി കുടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. പിന്നെ ഒരു കിറ്റ്കാറ്റും തന്നു. ഞാൻ സാധാരണ കിറ്റ്കാറ്റ് കഴിക്കുന്നതല്ല, പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചു. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. എൻ്റെ നേരത്തെ നെയിൽ ഇവരുടെ അടുത്ത് തന്നെ ചെയ്തിരുന്നതാണ്. ഞാൻ ചെയ്തുകൊണ്ട് വെച്ചിരുന്നത് നമ്മുടെ ഒരു റഷ്യൻ മാനിക്യൂറാണ്. അതവർ നന്നായിട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കയ്യിലൊക്കെ 1 മന്ത് കഴിഞ്ഞാലും, ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന നെയിൽ പോളിഷ് ഒരു 2 months ആയിട്ടുണ്ടാവും. ഇതുവരെയും പോയിട്ടില്ല. അത്രയും നല്ല പെർഫെക്ഷനിലിരിക്കും. എന്താ പറയണ്ടേ, നല്ല ജെൽ മാനിക്യൂറാണ് അവർ ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും റഷ്യൻസും യൂറോപ്യൻസും പിന്നെ കുറച്ച് ഫിലിപ്പിനോസും കേട്ടോ. നല്ല എന്താ പറയണ്ടേ, നല്ല സ്റ്റാൻഡേർഡായിട്ട് അവർ ചെയ്തു തരും. സത്യം പറഞ്ഞാൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് വേണേൽ പറയാം. ജസ്റ്റ് മാനിക്യൂറിന് മാത്രം എനിക്ക് തോന്നുന്നു 245-250 ദിറംസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പെഡിക്യൂറും മാനിക്യൂറും കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കൂ. എന്നാലും കുഴപ്പമില്ല, നല്ലത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണ്ടേ, നല്ല പെർഫെക്ഷനിൽ. ഞാൻ ഈ പ്രാവശ്യം ചൂസ് ചെയ്ത കളർ ഇതാ കേട്ടോ. കുറച്ചൊന്നും പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ എൻ്റെ തലയ്ക്ക് എന്തോ ഒരു വെളിയില്ലാതെ, ഞാൻ പറഞ്ഞില്ലേ പനി കാരണം എനിക്ക് തന്നെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു. ആ കളർ സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ഉള്ളതാട്ടോ, പെട്ടെന്ന് ചെയ്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാലിനും കൈക്കും 2 കളറൊക്കെ കേട്ടോ. പിന്നെ അടുത്തുണ്ടായിരുന്ന എനിക്ക് പെഡിക്യൂർ ആണ്. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പെഡിക്യൂർ ഒന്നും ചെയ്താൽ സെറ്റ് ആകത്തില്ലെന്നേ. പ്രത്യേകിച്ച് ഈ കാലൊക്കെ ഈ ഉരച്ച് കഴുകാനായിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ കല്ലിൽ ഉരച്ച് കഴുകുന്ന പോലെ വരികയല്ലേ ഇവിടെ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി ഞാൻ പെഡിക്യൂറും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് സെറ്റാക്കി. പിന്നെ ആഫ്റ്റർനൂൺ ആയപ്പോൾ ഞാനും ചേടും കൂടെ പുറത്തിറങ്ങി കേട്ടോ. വെറുതെ ഇറങ്ങിയതൊന്നുമല്ല, വണ്ടി നമ്മുടെ കയ്യിലായിരുന്നു. അപ്പോൾ ജസ്റ്റിയെ പോയി പിക്ക് ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, റൊട്ടാനയുടെ ഈ ഒരു ഹോട്ടൽ. ഇത് നമ്മുടെ ഖലീഫ പാർക്കിലുള്ള റൊട്ടാനയാണ്. ഇതിനൊരു കഥ പറയാനുണ്ട്. എന്നാണെന്നറിയാമോ, കോവിഡിൻ്റെ സമയത്ത് ഞാനിവിടെ ഒരു 6 മാസത്തോളം താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ICU സ്റ്റാഫിന്, കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ പോകാനുള്ള പെർമിഷനിലായിരുന്നു. ഞങ്ങളുടെ അക്കോമഡേഷൻ സേഹ തന്നത് ഈ ഒരു ഹോട്ടലിലാണ്. ഒരു 6 മാസം ആ സമയത്ത് എൻ്റെ പൊന്നെ ഓർക്കുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ. അങ്ങനെ ജസ്റ്റിയുടെ ഓഫീസിൽ ചെന്നു. അതിൻ്റെ അടുത്ത് നമ്മുടെ ജസ്റ്റിമോൻ്റെ ഓഫീസ്. ജസ്റ്റ് ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തു ഞങ്ങളിങ്ങനെ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനും ചേടും നേരെ അടുത്ത പരിപാടിക്ക് ഇറങ്ങി. എന്താണെന്നറിയാമോ, ഞാൻ അന്നും പറഞ്ഞില്ലേ, ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ സീസണൊക്കെ കഴിയുമെന്നേ. കൊച്ചു ഭയങ്കര ആഗ്രഹം പറഞ്ഞു, അമ്മ എനിക്ക് സാൻഡാവില്ലേ പോകണമെന്ന്. അതങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അതിനെയും കൊണ്ട് പോകണ്ടേ. ജസ്റ്റോട് പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു, ജസ്റ്റിക്ക് ഒരു എമർജൻസി മീറ്റിംഗ് കൊണ്ട് ഒരു രക്ഷയില്ലെന്ന്. അങ്ങനെ പിന്നെയും അതിനെയും കൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി. അല്ലേ, ഇപ്പോൾ ആരിറങ്ങാനല്ലേ. അങ്ങനെ ഞാനും ചേടും കൂടെ ആദ്യം ഞങ്ങൾ അബുദാബി മോളിൽ പോയി. പക്ഷെ അവിടെ സാൻഡേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ട് അബുദാബി മോളിൽ
കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് നമ്മുടെ ഗലേറിയ മോളിൽ പോയി. അവിടെ സാൻ്റെ അടുത്ത് ചെന്ന് അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് സാൻ്റെ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊച്ചിൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തു കേട്ടോ, പാവം ജേടുകൂട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജേഡുവിനെയും കൊണ്ട് ഞാൻ തലമുടി വെട്ടിക്കാൻ വന്നു കേട്ടോ. തലമുടി വെട്ടിക്കാൻ പിന്നെ വരേണ്ടത് നമ്മുടെ അൽവാദ മോളിലാണേ. ജസ്റ്റോട് അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. ഞാനും ജേഡും കൂടെ അൽവാദ മോളിലെ നമ്മുടെ മാൻ ഓഫ് കേവ് ഇല്ലേ, അവിടെ ഇവർ തലമുടി വെട്ടുന്നത്. ജേഡു ആദ്യമായിട്ടോ കേട്ടോ. ജേഡു സാധാരണ പിള്ളേരുടെ മുടി വെട്ടുന്നിടത്താണ് വെട്ടുന്നത്. ഇതിപ്പോൾ ജേഡുവിനെ ഒരു സലൂണിൽ കൊണ്ടുപോയി ജസ്റ്റ് അടുത്ത സലൂണിൽ കൊണ്ടുപോകാനൊന്നും എനിക്ക് ആരോഗ്യം ഇല്ലായിരുന്നു, നേരവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടുപേരെ ഒരിടത്ത് തന്നെ മുടി വെട്ടിക്കാമെന്ന്. പിന്നെ രണ്ടുപേരുടെ തലയിലും ഇഷ്ടം പോലെ പണിയാനുണ്ട് താനും. എന്തോരം ഹെയറായി, ഹെയർ വെച്ചിട്ട് എങ്ങനെ നാട്ടിൽ പോകുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ലുലുവിൽ പോയി അൽവാദ മോളിൽ. വേറെ ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് ഡേ നമ്മുടെ ഫ്ലൈറ്റാണ്. കുറച്ച് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ഡേറ്റ്സും മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. സാധാരണ നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് എന്തോരം സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നറിയാമോ ഈ പ്രാവശ്യം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോകുന്നതന്നെ നല്ലതല്ലേ, എന്തിനാ ഈ കെട്ടുകണക്കിന് സാധനം മൊത്തം നാട്ടുകാർക്ക് വാരിക്കൊണ്ട് പോകുന്നത്, അങ്ങനെ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ. കുറേ ഏറെ ചോക്ലേറ്റ്സ് അത് മാത്രമേ ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിൽ നിന്നെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ അത് രണ്ട് വീട്ടിലോട്ടും കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് ലുലു നിന്നപ്പോൾ ഒരു കൊച്ചു ചെടുവിൻ്റെ അടുത്ത് കളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ രാവിലെ തുടങ്ങിയ ഓട്ടം വൈകുന്നേരം ആയപ്പം അൽവാദ ലുലുവിലും നിർത്തി. പനിയും പിടിച്ച് വല്ലതും കഞ്ഞിയും കുടിച്ച് പുതപ്പിനിടെ വല്ലതും കിടക്കണ്ട, ഞാൻ ഇമ്മാതിരി കറങ്ങുന്നത്.